അതെ, ജയറാം മാത്രമല്ല ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ തംബ്നെയിൽ കണ്ട എല്ലാ നടീനടന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർ മാത്രമല്ല, എല്ലാ സിനിമാ നടീനടന്മാരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജയറാമിൻ്റെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ 2020 ക്ലൈമാക്സ് കട്ട് ചെയ്ത് അദ്ദേഹം ദിവാലി ആഘോഷിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോയെന്ന് പറഞ്ഞു. വർഷങ്ങൾ മുമ്പ് മലയാളം ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ പറയുന്ന 2020 ക്ലൈമാക്സ് കട്ട് ചെയ്ത് ശബരിമലയിൽ പോയെന്ന്. പിന്നീട് എപ്പോഴോ പറഞ്ഞെന്ന് കേൾക്കുന്നു ഓണം ആഘോഷിക്കാൻ വേണ്ടി പോയതെന്ന് കമൻറ്റ് ബോക്സിൽ പലരും ചർച്ച ചെയ്യുന്നതിലൂടെയും ഞാൻ കണ്ടു. അപ്പോൾ ഈ സിനാരിയിലൊക്കെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് തമിഴ്നാട്ടിലുള്ള ഒരാളാണ്, ഞാനൊരു പച്ച തമിഴനാണ്, ഈ ദിവാലിയൊക്കെ ആഘോഷിക്കുന്ന ഒരു സാധാരണക്കാരൻ. എൻ്റെ ഫിലിം റിലീസാകുമ്പോൾ ഒരു മലയാള നടൻ്റെ അല്ലെങ്കിൽ ഒരു അന്യഭാഷ നടൻ്റെ പടമാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെപ്പോലെയുള്ള ഒരു തമിഴൻ, ആ തമിഴൻ്റെ ഫിലിമാണ് റിലീസാവുന്നത്. നിങ്ങൾക്ക് ധൈര്യമായി തിയേറ്ററിലേക്ക് പോകാം, എന്നെ അക്സെപ്റ്റ് ചെയ്യാം, എന്നെ ട്രസ്റ്റ് ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ഇതാണ് ജയറാം അവിടെ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി. എന്നാൽ ചെറുതായി പാളിപ്പോയത് എവിടെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഓഡിയൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത്രയധികം ഓഡിറ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇത്രയും റീച്ച് മലയാളികൾക്കിടയിൽ ഉണ്ടാവുമെന്നോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തതിൽ അദ്ദേഹം പാളിപ്പോയത് ചിലപ്പോൾ ഓർമ്മപ്പശോ കൊണ്ട് സോഷ്യൽ മീഡിയയുടെ ഈ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് കൊണ്ടോ ആയിരിക്കാം. ഇനി മറ്റ് നടന്മാർ യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവർ നുണ പറയുന്നത് കൊണ്ടാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അവർ നുണ പറയുന്നത് കൊണ്ടോ ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇത് അവരുടെ പേഴ്സണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായി, അവരുടെ പ്രൊഫഷൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇവർ സംസാരിച്ച കാര്യങ്ങളാണ്. ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ വല്ലാണ്ട് വിസിബിൾ ആകുന്ന സമയത്താണ് ഇവർ ഇതുപോലെ ട്രോൾ ചെയ്യപ്പെടുന്നതും ഇവർ കള്ളം പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നതും. നമുക്ക് ചില എക്സാമ്പിൾസ്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചില എക്സാമ്പിൾസിൽ കൂടെ ഞാൻ ഈ കാര്യം വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഒരു അന്യഭാഷ നടൻ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ ആദ്യം സംസാരിക്കുന്നത് എന്താണ്? എല്ലാവർക്കും നമസ്കാരം. എന്നിട്ട് അവർ ഒരു പക്ഷേ പറയും എനിക്ക് മലയാളം വളരെ കുറച്ചേ അറിയുള്ളൂ, പക്ഷെ ഞാൻ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ തോന്നുന്നേ? മലയാളം സംസാരിക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ഇഷ്ടം അവിടെ തോന്നുകയുണ്ടായി. പിന്നെ അവർ പറയുകയാണ് നിങ്ങൾ ഓർക്കും ഞാൻ ഒരു അന്യഭാഷാ നടനാണ് അല്ലെങ്കിൽ ഒരു കന്നഡ നടനാണ് അല്ലെങ്കിൽ തമിഴ് നടനാണ്, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരംകാരനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അദ്ദേഹം തിരുവനന്തപുരംകാരനാണോ, മലയാളിയാണോ, വെറുതെ അല്ല എന്ന് നമുക്ക് തോന്നില്ലേ? ഉറപ്പായിട്ടും തോന്നും. ഇനി കൂടുതൽ അദ്ദേഹം പറയാണ് എനിക്ക് ഓണമുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്, ഓണത്തിൻ്റെ ഈ പാലട പായസം കൂട്ടി സദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് എന്നുകൂടി പറഞ്ഞാലോ ഇഷ്ടം അടുത്ത ഗ്രാഫിലേക്ക് ഉയരുകയാണ് അല്ലേ? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? അവർ ഈ ഒരു കാര്യം അവരുടെ സ്വന്തം സ്ഥലത്ത് അഥവാ കന്നഡ അല്ലെങ്കിൽ തമിഴ്, അവരുടെ ഏറ്റവും ഫിലിംസ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന അവർ അറിയപ്പെടുന്ന ഒരു ബാനർ ഉണ്ടാവുമല്ലോ, കന്നഡ നടൻ അല്ലെങ്കിൽ തമിഴ് നടൻ എന്നൊക്കെ. ഈ ഒരു സ്ഥലത്ത് പോയിട്ട് അവർ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവുമോ? ഉറപ്പായിട്ടും ഇല്ല. അവരിത് കേരളത്തിൽ മാത്രമായിരിക്കും വന്നിട്ട് റിവീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ മലയാളികൾക്ക് തോന്നണം ഇവർ അന്യഭാഷാ നടനല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള മലയാളി വേരുകളൊക്കെയുള്ള ഒരു മലയാളി പയ്യനാണ്. ഇവരുടെ പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളും കൂടെ കാണേണ്ടതാണ്, കാരണം ഇതൊരു മലയാളി നടൻ്റെ പടമാണല്ലോ. ഇവർക്ക് നമ്മുടെ ഓണവും നമ്മുടെ സദ്യയൊക്കെ ഇഷ്ടമുള്ള ഒരു സാധാരണക്കാരനാണ്. വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം പറയട്ടെ. ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, അതായത് നമ്മുടെ ഇന്ത്യൻ ഫിലിംസ് മലയാളം ഫിലിംസ് ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. പഴയ ഫിലിംസ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫിലിംസ് ആയിരിക്കും. ഈ ഫിലിം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ, ഈ ഡയറക്ടറിന്റെ ഫിലിം കൂടെ നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മലയാളം അല്ലെങ്കിലും പണ്ടേ പുലിയല്ലേ, ഞങ്ങൾ ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിലും അടിപൊളി ഫിലിംസ് ഇന്ത്യയിൽ പുറത്തേക്ക് വിടുന്ന ഏറ്റവും നല്ല ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മലയാളമാണ് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഇല്ല. നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന, അതിനെ വല്ലാണ്ട് പുകഴ്ത്തുന്ന ഒരു ഇൻഫ്ലുവൻസറോ അത് ഫോറിനർ ആയിട്ടുള്ള ഒരാളോ ഉറപ്പായിട്ടും നമ്മളൊരു സംഭവം തന്നെ എന്ന് നമുക്ക് തോന്നുകയും അറിയാതെ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുകയോ അതിലൂടെ അവർക്ക് കൂടുതൽ വിസിബിലിറ്റി നമ്മൾ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം മറ്റൊരു ഫോറിനർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ തുടക്ക സമയത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്ത് അവർക്ക് അത്യാവശ്യം ഫോളോവേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഒരു ഫോറിനർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു, അതും കേരളത്തിലേക്ക് വരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ലോകത്ത് എല്ലായിടത്തും ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫുഡാണ്, ഇവിടുത്തെ പൊറോട്ടയും ബീഫും മസ്റ്റ് ട്രൈ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. നോക്ക്, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ഫുഡ് നമ്മുടെയാണ്. ഇവർക്ക് വരെ ഈ ഫുഡ് നമ്മുടെ ഇഷ്ടപ്പെട്ടു, നമ്മളപ്പോൾ പറയും എന്താണ് ഏറ്റവും മികച്ച പൊറോട്ടയും ബീഫും കിട്ടുന്ന കേരളത്തിലെ സ്പോട്ടുകളെ കമൻറ്റ് ബോക്സിൽ പോയി പറഞ്ഞു കൊടുക്കും. അതുപോലെ പൊറോട്ടയും ബീഫും മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് നല്ല കരിമീൻ പൊളിച്ചതുണ്ട്, തലശ്ശേരി ദം ബിരിയാണിയുണ്ട് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പോയി സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ
ആളുകളെ കാണാം. എന്തുകൊണ്ടാണ്? നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ കൾച്ചറിനെ ബഹുമാനിക്കുന്ന, നമ്മുടെ ആഹാരത്തിനെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ? ഇത് തന്നെയാണ് ജയറാം അവിടെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുള്ള എല്ലാ മുഖങ്ങളും ഈ എക്സാമ്പിളിൽ ഉണ്ടാവും. ആദ്യം ദുൽഖർ സൽമാന്റെ കാര്യം പറയാം. ദുൽഖർ സൽമാൻ ഒരു നോർത്ത് ഇന്ത്യൻ ചാനലിൽ പോഡ്കാസ്റ്റ് കൊടുക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിന്റെ ഫുഡിനെ പറ്റിയുള്ള ഇൻട്രസ്റ്റിനെ പറ്റിയൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, രാവിലെ കഴിക്കുന്ന ഫുഡ് ഉമ്മിച്ചി ഉണ്ടാക്കുന്ന പത്തിരിയും കോഴിക്കറിയും അല്ലെങ്കിൽ മട്ടൻ കറി അല്ലെങ്കിൽ പ്രോൺസ് കറി അല്ലെങ്കിൽ ഫിഷ് കറി ഇതൊക്കെ കൂട്ടി കഴിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണെന്ന്. അപ്പോൾ കുറേ ആളുകൾ കമന്റ് ബോക്സിൽ ചോദിച്ചു, പത്തിരിയും ബീഫും നമ്മുടെ നാട്ടിൽ കഴിക്കുന്നതല്ലേ, എന്താ ദുൽഖർ അത് പറയാത്തെ? മനഃപൂർവ്വം പറയാത്തതായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് ദുൽഖർ അത് പറയാത്തത്? ഒരു പക്ഷേ ദുൽഖർ ബീഫ് കഴിക്കുന്ന ആളല്ലായിരിക്കും. ഇനി ദുൽഖർ ബീഫ് കഴിക്കുമെങ്കിൽ തന്നെ അതവിടെ പറയുന്നു തോന്നുന്നുണ്ടോ? നോർത്ത് ഇന്ത്യയാണ്. നോർത്ത് ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്നതിനോട് ഇച്ചിരി ഇഷ്ടക്കേടുള്ള ആളാണ്. അവിടുത്തെ ഈ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ഒരു പക്ഷേ ദുൽഖർ അത് ഒഴിവാക്കിയതാവാം അല്ലേ? ഇനി ദുൽഖർ അത് അവിടെ പറഞ്ഞിരുന്നെങ്കിലോ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് മാത്രമേ ദുൽഖറിന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. എസ്പെഷ്യലി ആ പോഡ്കാസ്റ്റിലിരിക്കുന്ന ഇൻഫ്ലുവൻസർ വളരെ സ്പിരിച്വൽ ആയിട്ട് കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന പോർട്രേ ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഓഡിയൻസിന് ഉറപ്പായും ഇത് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ബീഫ് കഴിക്കുമായിരുന്നെങ്കിൽ കൂടി ദുൽഖർ അവിടെ സംസാരിക്കുമോ എന്നുള്ളത് ചോദ്യമാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. കല്യാണി പ്രിയദർശന് രൂപത്തിലോ ഭാവത്തിലോ ഒരു മലയാളി ലുക്ക് തീരെ ഇല്ലാത്ത ഒരു നെപ്പോ കിഡാണ് അല്ലെ? എന്നാൽ കല്യാണി പ്രിയദർശന്റെ ഇന്റർവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ഇന്റർവ്യൂവിലും വളരെ കഷ്ടപ്പെട്ട് കല്യാണി മലയാളം പറയുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ മലയാളം പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് കല്യാണിയുടെ ഒരു സ്നേഹം തോന്നും. നോക്കിക്കേ, എല്ലാവരും ഭയങ്കര സ്റ്റൈലൊക്കെ കാണിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കല്യാണി വളരെ കാര്യമായിട്ടിരുന്ന് മലയാളമൊക്കെ സംസാരിക്കുകയാണ്. കല്യാണിക്ക് മലയാളികളോട് സ്നേഹമുള്ള, മലയാളത്തിനോട് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. കല്യാണി വളർന്ന സാഹചര്യങ്ങളോ പഠിച്ച സാഹചര്യങ്ങളോ ഒന്നും കല്യാണിക്ക് മലയാളം യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല, ഈവൻ വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും. അതുകൊണ്ടായിരിക്കുമല്ലോ കല്യാണിക്ക് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് മലയാളം പറയേണ്ടി വരുന്നത്. എന്നാൽ പ്രൊഫഷന്റെ ഭാഗമായി കല്യാണിക്ക് ഓഡിയൻസിനോട് സംവദിക്കാൻ മലയാളം ഇവിടെ അത്യാവശ്യമാകുന്ന ഒരു ഘട്ടത്തിൽ കല്യാണി അടിപൊളിയായി മലയാളം സംസാരിച്ചു. ഇതിലൂടെ കല്യാണി ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ കല്യാണി ഒരു മലയാളി കുട്ടിയാണ്. ഈ പറയുന്ന സ്റ്റാർ കിഡോ നെപ്പോ കിഡോ ഒന്നുമല്ല. കല്യാണി വളരെ സാധാരണക്കാരിയായ കഷ്ടപ്പെട്ട് മലയാളമൊക്കെ പറയുന്ന ഒരു മലയാളി കുട്ടിയാണ്. ഇങ്ങനെയൊരു സ്നേഹം, ഒരു ഇമ്പാക്ട് കല്യാണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണിയുടെ ഫിലിംസിനോടും ആ സ്നേഹം ഒബ്വിയസ്ലി ആളുകൾക്ക് ഉണ്ടാവും. ഇനി മറ്റൊരു കാര്യം, മഞ്ജു വാര്യർ, നമ്മുടെയൊക്കെ മലയാളത്തിന്റെ മുഖചിത്രം എന്ന് തോന്നുന്ന, നമുക്കൊക്കെ മലയാളി നടിമാർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന മുഖത്തിലൊന്നാണ് മഞ്ജു വാര്യരുടെ അല്ലേ? മഞ്ജു വാര്യർ തമിഴ് വേദിയിൽ പോയി പറയുകയുണ്ടായി, എൻ്റെ അച്ഛനും അമ്മയ്ക്കും തമിഴ് വേരുകളാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് വളരെയധികം കണക്ട് ആയിരിക്കുന്നത് തമിഴ്നാടിനോടാണ്. തമിഴ് പറയുമ്പോൾ തമിഴിലെ ആളുകളെ കാണുമ്പോൾ വല്ലാതെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എന്നൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ അത് പറഞ്ഞത്? മഞ്ജു വാര്യർ ആക്ച്വലി തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്തത്? അത് കാണുന്ന ഓരോ തമിഴന്മാർക്കും തോന്നുന്നത് എന്താണ്? ഓ, ഇവരൊരു മലയാളം നടി അങ്ങനെയല്ല, ഇവർ തമിഴ് നടിയാണ്, ഇവർക്ക് തമിഴ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇവർ നമ്മളിലൊരാളാണ്. ഇവരുടെ ഫിലിംസും തമിഴ് എന്ന് പറയുമ്പോൾ ഒരു അന്യഭാഷാ നടി ഇവിടെ ഒന്ന് അഭിനയിച്ച് പോകുന്ന പോലെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ തമിഴന്മാരുടെ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫിലിമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. മഞ്ജു വാര്യർ ഒരു തമിഴത്തിയാണ്. ഈ ഒരു സ്നേഹം ഉറപ്പായിട്ടും മഞ്ജു വാര്യരോട് ഫീൽ ചെയ്യും. അതിന്റെ ഗുണം മഞ്ജു വാര്യർക്ക് ഉണ്ടാവുകയും ചെയ്യും. മമിത ബൈജു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേദിയിൽ വെച്ച് വിജയുടെ പാട്ട് അത് കഷ്ടപ്പെട്ട് പാടുന്ന കാണുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ട്രോളുകളും മമിത ബൈജുവിനെ നേരിട്ടു. പക്ഷെ മമിത ബൈജുവിനെ നമ്മൾ ട്രോളെങ്കിലും മമിത ബൈജു ഒരു നന്നായി പാടിയിരുന്നെങ്കിൽ കിട്ടാവുന്നതിലധികം ഇമ്പാക്റ്റ് ആണ് അങ്ങനെ പാടിയത് കൊണ്ട് കിട്ടിയത്. മമിത വളരെയധികം പാട്ടൊക്കെ പഠിച്ച് വളരെ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത ഒരാളല്ല, പക്ഷെ മാനേജ് ചെയ്തു എന്ന് മാത്രം നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും മമിത ഇത്രയും വലിയൊരു ടാസ്ക് അവിടെ ചെയ്തത്. മമിത അങ്ങനെ ചെയ്യുമ്പോൾ മമിതയ്ക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു വിസിബിലിറ്റിയാണ്. മമിത ഒരു മലയാളി കുട്ടിയാണെങ്കിലും ഒരു മലയാളി നടിയാണെങ്കിലും തമിഴിനെ ഇഷ്ടപ്പെടുന്ന, തമിഴന്മാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വിജയുടെ ഫിലിംസ് ഒക്കെ കാണുന്ന ഒരു സാധാരണ കുട്ടി, പാടാനൊന്നും അറിയത്തില്ലെങ്കിലും കഷ്ടപ്പെട്ട് പാടുന്ന, നമ്മുടെ ഇടയിലൊക്കെ കാണുന്ന പാടാനൊക്കെ ഭയങ്കരമായിട്ട് അറിയില്ലെങ്കിലും പാട്ടൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാൾ, അതായത് ഒരു വലിയ സ്റ്റാർ എന്നുള്ള രീതിയിൽ മുകളിലിരിക്കുന്ന ഒരാളായിട്ട് തോന്നുകയില്ല, എന്നാൽ ഒരു അന്യഭാഷ നടിയായിട്ട് ഫീൽ ചെയ്യില്ല. ചൂടെ ഫെമിലിയർ ആവുകയാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്നൊക്കെയുള്ള ഒരു ഫീൽ ഉണ്ടാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്നത്, ഈ പറയുന്ന നടീനടന്മാരൊക്കെ ഇവിടെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടല്ലോ ഒരു ഏലിയനെ പോലെ വന്നിട്ടുള്ള ആളൊന്നുമല്ല, നിങ്ങളുടെ കൂട്ടത്തിലൊക്കെയുള്ള നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരിയായ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെപ്പോലെ തന്നെ കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ പ്രൊജക്ട്സ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ നിങ്ങളൊരാളാണല്ലോ, ഈ പച്ച തമിഴൻ, പച്ച മലയാളി എന്നൊക്കെ പറഞ്ഞ കാറ്റഗറി ഉള്ള ഒരാളാണ് എന്നുള്ളൊരു ഇമ്പാക്റ്റ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന തമിഴന്മാർക്കും മലയാളികൾക്കും ഒക്കെ ആ ഭാഷയെ സ്നേഹിക്കുന്ന, അതിൽ വേരുകളുള്ള, അതിൻ്റെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്ന, അവിടുത്തെ ഫുഡുകൾ ഇഷ്ടമുള്ള, അവിടുത്തെ ഫെസ്റ്റിവൽസിനെ ബഹുമാനിക്കുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ വളരെയധികം അവരുടെ സ്നേഹം തോന്നും. ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വലിയ ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവും, അവർ റീച്ചബിൾ ആയിരിക്കും, അവരെ നോട്ടീസ് ചെയ്യപ്പെടും, അവർക്ക് കൂടുതൽ പ്രൊജക്റ്റ് കിട്ടും, അവരുടെ ഫിലിംസിന് നല്ല രീതിയിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
സിനിമ അതിൻ്റെ വിജയത്തിലേക്ക് പോകുന്ന ഉറപ്പായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലൂടെയൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്ക് അവരുടെ പേഴ്സണൽ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ തീർച്ചയായും അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായി അത്യാവശ്യമായ ഒരു കാര്യം എന്നുള്ള നിലയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവർക്ക് ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ടോ ഇവർ കള്ളം പറയുന്നതുകൊണ്ടൊന്നുമല്ല. അപ്പം നമുക്ക് നോക്കാം ജയറാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്. ജയറാം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്ന് നമ്മുടെ ഓണം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്, എന്തൊക്കെ വന്നാലും ഓണത്തിന് അവർ വീട്ടിൽ സദ്യ ഉണ്ടാക്കി കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം സ്നേഹം അവരോട് തോന്നും. സെയിം സ്നേഹം അവിടെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് വിധേയമാവും, ഏറ്റക്കുറച്ചിലുകൾ ചർച്ച ചെയ്യുമെന്നൊന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല. വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ പറയുമോ? ഇല്ല, ഉറപ്പായിട്ടും പറയില്ല. കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാണ്. അവരുടെ പ്രൊഫഷന്റെ ഭാഗമായി ആളെ നോക്കി, സംസ്ഥാനം നോക്കി, ലാംഗ്വേജ് നോക്കി ഒക്കെ സംസാരിക്കേണ്ടത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചതും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജയറാമിനെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസിയുടെ കാര്യത്തിലൊക്കെ ആളുകൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വളരെ വിനയാന്വിതനായ ഒരു മനുഷ്യനാണോ ജീവിതത്തിലെന്നോ അത് പ്രൊഫഷൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലി അറിയില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ കാര്യത്തിലൊരു നിഗമനമൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ പറയണമെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു മാർക്കറ്റിംഗ് അനലിസ്റ്റ് ആണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും നോക്കി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി അതിന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ പറയുന്ന സെലിബ്രിറ്റികളുടെ വിഷയങ്ങൾ മാത്രമല്ല, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, TV ഷോകൾ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൻ്റെയും മാർക്കറ്റിംഗ് സൈക്കോളജിയെ നിങ്ങളുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ തുടങ്ങിയ ചാനലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വിഷയങ്ങളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ എഫേർട്ട് എടുക്കുന്നതുമാണ്. ഓക്കെ.